ഒരു ബാലൻ വൈദ്യുതി ബില്ലടക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മോനെ, ഇന്നത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം അവസാനിച്ച് സിസ്റ്റം ഓഫ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നാളെ വരൂ. ബാലൻ ചോദിച്ചു, താങ്കൾക്ക് എൻ്റെ പിതാവിനെ അറിയുമോ? ഞാൻ എൻ്റെ പിതാവിനെയും കൂട്ടി വന്നാൽ താങ്കൾ ഈ രൂപത്തിലുള്ളൊരു വർത്തമാനം പറയുകയില്ല എന്ന് എനിക്കറിയാം. ആ ബാലൻ അവിടെ നിന്ന് പുറത്തുപോയി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മറ്റൊരാളെയും കൂട്ടി വന്നു. ആ വരുന്ന വ്യക്തി ഒരു പരമദരിദ്രനായ പാവപ്പെട്ട മനുഷ്യനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഉദ്യോഗസ്ഥന് മനസ്സിലായി വരുന്ന ഈ വ്യക്തി ഈ കുട്ടിയുടെ പിതാവാണെന്ന്. ഉദ്യോഗസ്ഥൻ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോട് സലാം പറഞ്ഞ് ഉടൻ തന്നെ കുട്ടിയോട് പറഞ്ഞു, മോനെ, നിന്റെ ബില്ലടക്കാനുള്ള സംവിധാനം ഞാൻ ഉടൻ ചെയ്യാമെന്ന്. അപ്പോൾ ആ കുട്ടി ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എൻ്റെ പിതാവിനെയും കൂട്ടി വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന്. ആ പിതാവ് ഉദ്യോഗസ്ഥൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ മുമ്പിൽ എൻ്റെ അഭിമാനത്തെ ഉയർത്തിയ താങ്കൾക്ക് നന്ദി. അതെ, മക്കൾ അവരുടെ പിതാക്കളെ കാണുന്നത് എല്ലാ നിലക്കുള്ള പ്രശ്നപരിഹാരങ്ങൾക്കും കഴിവുള്ളവരായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മക്കളുടെ മുമ്പിൽ വെച്ച് അയാളുടെ അഭിമാനത്തെ ഉയർത്തുന്ന നിലക്കുള്ള ഇടപെടലുകൾ മാത്രമേ നമ്മളിൽ നിന്നും ഉണ്ടാകാവൂ. മക്കൾക്ക് അവരുടെ പിതാക്കളുടെ അഭിമാനം ബോധ്യമാകുമ്പോഴാണ് അവർക്ക് നല്ല ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് സഹായകമാകുന്നത്. നല്ല ശക്തനായ ഒരു അവലംബത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ആത്മവിശ്വാസമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു സമൂഹത്തിൻ്റെ രൂപീകരണം സാധ്യമാകുന്നത്.